ഇപ്പോഴിതാ വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത പുറത്തു വരുന്നു. ഒ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നു എന്നുള്ളതാണ്. ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു. വലിയ തർക്കങ്ങൾക്ക് ശേഷം സമവായമാകാതെ ചർച്ചകൾ നീണ്ടുപോയതിനു ശേഷം ഇപ്പോൾ ഒരു പേരിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പേരിലേക്ക് നേതൃത്വം എത്തുകയാണ്. ഒ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകും, ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ് ആകും എന്ന വിവരമാണ് പുറത്തുവരുന്നത്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, വിവരങ്ങൾ സലീം. ശ്രീജിത്ത്, അങ്ങനെ യൂത്ത് കോൺഗ്രസിൽ നാളുകളായി നിന്ന ആശങ്ക അവസാനിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഒ ജെ ജനീഷ്, നിലവിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഒ ജെ ജനീഷ്. ഒ ജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രഖ്യാപനം എന്നുണ്ടാകും? അതിങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നു, തർക്കങ്ങൾ ഉണ്ടാകുന്നു. സംസ്ഥാനത്ത് ഒരു സമര കാലഘട്ടത്തിലേക്ക് നീങ്ങേണ്ട സമയത്ത് സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട യുവജന പ്രസ്ഥാനത്തിന് അധ്യക്ഷനില്ലാതെ നിൽക്കുന്നു എന്നുള്ള ഗതികേടായിരുന്നു യൂത്ത് കോൺഗ്രസിനെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വേട്ടയാടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും ഈ ഒരു പരിഹാരം, ഒരു അധ്യക്ഷനെ കണ്ടെത്തിയിരിക്കുന്നു. തർക്കങ്ങൾക്കൊടുവിൽ വലിയ തർക്കങ്ങളായിരുന്നു നേരിട്ടിരുന്നത്. പല പേരുകൾ കേട്ടു. നിലവിലെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന അബിൻ വർക്കിയുടെ പേരായിരുന്നു ഏറ്റവും സജീവമായി പരിഗണിച്ചിരുന്നത്. ഒപ്പം ബിനു ചുള്ളിലിന്റെയും കെ എം അഭിജിത്തിന്റെയും പേരുകളും പരിഗണിച്ചിരുന്നു. അതിനൊടുവിലാണ് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഒ ജെ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിക്കുന്നതിലൂടെ ഷാഫി പറമ്പിൽ കൂടിയെടുത്ത നിലപാട് വിജയിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിൽ ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചിരുന്ന പേരായിരുന്നു ഒ ജെ ജനീഷിൻ്റെത്. എ ഗ്രൂപ്പിന്റെ തന്നെ കെ എം അഭിജിത്തിന്റെ പേര് സജീവമായി ഉയർന്നു കേട്ടെങ്കിലും ഏറ്റവും ഒടുവിൽ ഒ ജെ ജനീഷ് മതി എന്ന നിലപാടിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ സംസ്ഥാന ഭാരവാഹികളിൽ നിന്ന് ഒരാൾ തന്നെ സംസ്ഥാന അധ്യക്ഷനാകണമെന്നുള്ള ചില കോണിൽ നിന്നുള്ള അഭിപ്രായങ്ങളായിരുന്നു. പ്രത്യേകിച്ചും അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കാതിരിക്കാൻ ബിനു ചുള്ളിലിനെ ആക്കാനുമുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് ഇത്തരത്തിലൊരു ഫോർമുലയിലേക്ക് എത്തിയിരിക്കുന്നത്. കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റായാണ് ഒ ജെ ജനീഷ് തുടങ്ങുന്നത്. അതിന് പിന്നാലെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. അതിന് പിന്നാലെ കെ എസ് യുവിന്റെ തന്നെ ജില്ലാ പ്രസിഡന്റായി, തൃശ്ശൂരിന്റെ ജില്ലാ പ്രസിഡന്റ് വരെ എത്തുകയും പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായും ഒ ജെ ജനീഷ് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പല കെ എസ് യു കാലം മുതലേ കോൺഗ്രസ് പ്രവർത്തകനായി, കെ എസ് യു പ്രവർത്തകനായി കടന്നു വന്നതാണ് ഒ ജെ ജനീഷ്. പക്ഷേ ഇപ്പോഴും തൃശ്ശൂരിനപ്പുറത്തേക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കിയെടുക്കാൻ ഒ ജെ ജനീഷിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു ഒ ജെ ജനീഷിനെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരിട്ട വലിയ വിമർശനങ്ങൾ. അങ്ങനെ പരിഗണിക്കരുത്, മാത്രമല്ല ആ നിലയിൽ ഈ സംസ്ഥാന ഭാരവാഹിയാക്കുന്നതിന് സംസ്ഥാന കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ തന്നെയാണ് മാനദണ്ഡമെങ്കിൽ അബിൻ വർക്കിയാണ് ആക്കേണ്ടത്. ഏറ്റവും അധികം വോട്ട് നേടിയത് അബിൻ വർക്കിയാണ് എന്നുള്ളൊരു ചിന്തയും നിലവിൽ നേതൃത്വത്തിന് മുൻപിൽ വന്നിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ സാമുദായിക സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ കൂടി ഈ ഒ ജെ ജനീഷിന്റെ സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിലേക്ക് നിർണായകമായി. കാരണം കോൺഗ്രസിന്റെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതായിരുന്നു അബിൻ വർക്കിക്ക് വിനയായത്. കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. ഒപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ജബി മേത്തറാണ്. അതിനോടൊപ്പം കെ എസ് യുവിന്റെ അധ്യക്ഷൻ നിലവിൽ അലോഷ്യസ് സേവ്യറാണ്. അതിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി കൂടി ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വരികയാണെങ്കിൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ ഒ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. അങ്ങനെ നിർണായകമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചവരുടെ പ്രതികരണങ്ങൾ കൂടിയാണ്. കാരണം ഐ ഗ്രൂപ്പ് ഏത് സാഹചര്യം വന്നാലും ഐ ഗ്രൂപ്പ് ഈ സ്ഥാനം വിട്ടുകൊടുക്കില്ല. പ്രത്യേകിച്ചും അബിൻ വർക്കിക്കാണ് സ്വാഭാവിക നീതി എന്നുള്ളതായിരുന്നു ഐ ഗ്രൂപ്പിന്റെ ഉറച്ച നിലപാട്. രമേശ് ചെന്നിത്തല പലതവണ അത് ഹൈക്കമാൻഡുമായി വ്യക്തമാക്കിയതുമാണ്. അബിൻ വർക്കി അല്ലാതെ മറ്റൊരു പരിഹാരവും ഇതിലില്ല എന്നും വ്യക്തമാക്കിയതാണ്. അതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അബിൻ വർക്കിക്ക് ഏറ്റവും സാമുദായിക സമവാക്യം തിരിച്ചടിയാകുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പൊട്ടിത്തെറി കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധേയമാണ്. എന്തായാലും നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി, നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിലെ ഉപാധ്യക്ഷനായ, യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് നേടിയ മൂന്നാമനായ ഒ ജെ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയിരിക്കുന്നു. നിലവിൽ കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റായും ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായും ഒ ജെ ജനീഷ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം യൂത്ത് കോൺഗ്രസ് കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റായി, പിന്നാലെ മാള നിയോജക മണ്ഡലം പ്രസിഡന്റായി, ജില്ലാ വൈസ് പ്രസിഡന്റായി, ജില്ലാ പ്രസിഡന്റായി ഒ ജെ ജനീഷ് കെ എസ് യുവിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്നു, ജില്ലാ പ്രസിഡന്റായി, സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റായി. അങ്ങനെ ഈ താഴെത്തട്ടിൽ നിന്നുമുള്ള പ്രവർത്തനമായിരുന്നു ഒ ജെ ജനീഷ് നിലവിൽ ഇതുവരെയും നടത്തിയിരുന്നത്. തൃശ്ശൂരിൽ ഈ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ യുണൈറ്റഡ് ഇന്ത്യ എന്ന പദയാത്ര തൃശ്ശൂർ ജില്ലയിൽ മുഴുവൻ നടത്തി ശ്രദ്ധേയമായിരുന്നു. നേതാക്കളുടെ അഭിനന്ദനം ആ ഘട്ടത്തിൽ തന്നെ ഒ ജെ ജനീഷിന് ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ സംസ്ഥാനതല ക്യാമ്പും ജില്ലാ ക്യാമ്പും ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾക്ക് തൃശ്ശൂർ വേദിയായപ്പോഴൊക്കെയും അതിലൊക്കെ സംഘടനാ മികവ് ഒ ജെ ജനീഷിന് തുണയായിരുന്നു. അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിനും വലിയ പ്രിയപ്പെട്ടവനായിരുന്നു ഒ ജെ ജനീഷ്. പക്ഷേ ഒരു കാലത്തും ഒ ജെ ജനീഷിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കോ ഒ ജെ ജനീഷിനായിരുന്നില്ല പരിഗണന കൂടുതൽ. അതിൽ പരിഗണിക്കപ്പെട്ട പേരുകളിൽ ഒന്ന് മാത്രമായിരുന്നു. പക്ഷേ വലിയ തർക്കങ്ങൾക്ക്
ചർച്ചകൾക്കൊടുവിലാണ് അബിൻ വർക്കിയോ ബിനു ചുള്ളിയിലോ എന്ന തർക്കം വലിയ രൂക്ഷമാവുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ തർക്കത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് രണ്ടുപേരെയും ഒഴിവാക്കി ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റാക്കി നിലവിൽ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി പരിഗണിച്ച 4 പേരിൽ അബിൻ വർക്കിയെ നിലവിൽ വൈസ് പ്രസിഡന്റായി തന്നെ തുടരാനും ഒപ്പം തന്നെ കെ എം അഭിജിത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാത്തതിനാൽ നിലവിൽ മറ്റൊരു പരിഗണനയും നൽകാതിരിക്കാനുമാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഒ ജെ ജനീഷ് അറസ്റ്റിലായിരുന്നു. അങ്ങനെ 18 ദിവസം ഒ ജെ ജനീഷ് ജയിലിൽ കിടന്നിട്ടുണ്ട്. അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പല സമരങ്ങളുടെയും ഭാഗമായിരുന്നു ഒ ജെ ജനീഷ്. പക്ഷേ സംസ്ഥാനത്ത് തൃശ്ശൂർ ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു മുഖമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ, അതിന് തൊട്ടുപിറകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ ഒ ജെ ജനീഷ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ പല ചോദ്യങ്ങളും മുന്നിൽ വരുന്നുണ്ട്. ഇനിയുള്ള സമര കാലഘട്ടമാണ്. കോൺഗ്രസ് ഇതിനോടകം തന്നെ സമരം പ്രഖ്യാപിച്ച് നാളെ മുതൽ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്, പദയാത്ര ആരംഭിക്കുകയാണ്. അതിനിടയിൽ ഉത്തരവാദിത്തപ്പെട്ട സമരസംഘടന എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിനെ ഏത് നിലയിൽ നയിച്ചുകൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് ശ്രദ്ധേയമായ ചോദ്യമാണ്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ ഇപ്പോൾ തന്നെ ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടും അതല്ലാതെയുമുള്ള പല വിഷയങ്ങൾ സർക്കാരിന് മുൻപിൽ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ അധ്യക്ഷനില്ലാത്തതിന്റെ പ്രതിസന്ധിയാണ് യൂത്ത് കോൺഗ്രസ് നേരിട്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒ ജെ ജനീഷ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്താൽ ഉടൻ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ്. ആ വെല്ലുവിളികളെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇനി ഒ ജെ ജനീഷിന് മുൻപിലുണ്ട്. പ്രത്യേകിച്ചും നിലവിൽ ഐ ഗ്രൂപ്പിൽ നിന്നുമുള്ള സഹകരണം എത്രത്തോളം ഉണ്ടാകുമെന്നതും ശ്രദ്ധേയമാണ്. കാരണം അബിൻ വർക്കിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു പേരും ഐ ഗ്രൂപ്പ് ഉയർത്തിക്കാട്ടിയിരുന്നില്ല. ആ നിലയിൽ ഐ ഗ്രൂപ്പ് ഈ സ്ഥാനാർത്ഥിത്വത്തെ, ഈ അധ്യക്ഷ പദവി അംഗീകരിക്കുമോ എന്നത് ശ്രദ്ധേയമാണ്. ഈ ചർച്ചയിൽ തന്നെ ഇത്രയും നീണ്ടുപോയത് സമവായത്തിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ടാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നോമിനികളെ മുന്നോട്ട് വെച്ചിരുന്നു. അബിൻ വർക്കിക്കായി രമേശ് ചെന്നിത്തല ശക്തമായി രംഗത്തുണ്ടായിരുന്നു, എ ഗ്രൂപ്പ് അഭിജിത്തിനായി രംഗത്തുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു പേരിലേക്ക് എത്താൻ കഴിയുന്നില്ല, അതിലേക്ക് ലാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. ഇപ്പോൾ സാമുദായിക സമവാക്യം അടക്കം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഒ ജെ ജനീഷിന്റെ പേരിലേക്ക് എത്തുന്നുണ്ട്. ഇത് യൂത്ത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ടല്ലോ സലീം? ശ്രീജിത്ത്, തീർച്ചയായും ഈ ഐ ഗ്രൂപ്പ് സ്വീകരിക്കുന്ന നിലപാട് എന്ത് എന്നുള്ളത് തന്നെയാണ് ഇനി ഈ അധ്യക്ഷ പ്രഖ്യാപനത്തിന് പിന്നാലെ നേരിടുന്ന ചോദ്യം. ഐ ഗ്രൂപ്പ് ഈ അധ്യക്ഷ സ്ഥാനത്തെ അംഗീകരിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികളില്ലാതെ തന്നെ മുന്നോട്ട് പോകും. അതല്ല, ഐ ഗ്രൂപ്പ് ഈ അധ്യക്ഷ സ്ഥാനത്തെ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ പൊട്ടിത്തെറി യൂത്ത് കോൺഗ്രസിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ബിനു ചുള്ളിയിലിനെ പരിഗണിക്കുകയാണെങ്കിൽ ഉറപ്പായും ഒരു വലിയ പ്രതിഷേധത്തിലേക്ക്, പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് ഐ ഗ്രൂപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് നിലവിൽ ഒ ജെ ജനീഷിനെ തെരഞ്ഞെടുക്കുന്നത്. അബിൻ വർക്കിയും ഒ ജെ ജനീഷും സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിരുന്നു. പക്ഷേ ഏറ്റവും അധികം വോട്ട് സംഘടനാ തെരഞ്ഞെടുപ്പിൽ നേടിയത് അബിൻ വർക്കിയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവിക നീതി അബിൻ വർക്കിക്ക് വേണം എന്നുള്ളതായിരുന്നു ഐ ഗ്രൂപ്പിന്റെ വാദം. പക്ഷേ ആ ഐ ഗ്രൂപ്പിന്റെ സ്വാഭാവിക നീതിവാദം നടപ്പിലായില്ല. അതിനപ്പുറത്തേക്ക് ഷാഫി പറമ്പിൽ തീരുമാനിച്ച പേര് കൂടിയാണ് എ ഗ്രൂപ്പിന്റെ ഭാഗമായ ഒ ജെ ജനീഷിന് തുണയായത്. അങ്ങനെ എ ഗ്രൂപ്പിന്റെ സംഘടനാ സംവിധാനം കഴിഞ്ഞ ഏറെക്കാലമായി സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം എ ഗ്രൂപ്പിന്റെ കയ്യിലാണ്. അത് ഡീൻ കുര്യാക്കോസ് ആണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒ ജെ ജനീഷ് ആണെങ്കിലും അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം എ ഗ്രൂപ്പ് കൈവിടാതെ കാക്കുന്ന ഒരു പദവിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ എ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് അധ്യക്ഷ സ്ഥാനം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഒ ജെ ജനീഷിനായി ഏറ്റവും ഒടുവിലും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചത്. അപ്പോഴും എ ഗ്രൂപ്പിൽ തന്നെ തർക്കമുണ്ടായിരുന്നു. കെ എം അഭിജിത്തിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുള്ളതായിരുന്നു എ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ ആവശ്യം. എ ഗ്രൂപ്പിന്റെ ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. ഐ ഗ്രൂപ്പ് ഏതെങ്കിലും നിലയിൽ ഒരു ഘട്ടത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ചും ബിനു ചുള്ളിയിലിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയാണെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും കൂട്ടരാജി ഉണ്ടാകുമെന്നും ഭീഷണി മുഴക്കിയതാണ്. അതിനൊടുവിലാണ് ബിനു ചുള്ളിയിലിനെ മാറ്റുന്നത്. അപ്പോഴും ഒ ജെ ജനീഷിനെ അവർ അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിലും ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഇനി നമ്മൾ ഏറ്റവും നിർണായകമായി പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു പ്രതികരണം അബിൻ വർക്കിയുടേതാണ്. കാരണം ഏറ്റവും അവസാനം വരെയും അബിൻ വർക്കിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതായിരുന്നു വാർത്തകൾ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അബിൻ വർക്കിയുടെ നിലപാട് യൂത്ത് കോൺഗ്രസിൽ ഇനി ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്നതിൽ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒ ജെ ജനീഷിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതികരണം അബിൻ വർക്കിയുടേത് തന്നെയാണ്. അബിൻ വർക്കി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് യൂത്ത് കോൺഗ്രസിന്റെ മുന്നോട്ട് പോക്കിനെ തന്നെ ആശ്രയിക്കുകയും ചെയ്യും. കാരണം ഈ അധ്യക്ഷ സ്ഥാനത്തെ അംഗീകരിക്കില്ല എന്നൊരു നിലപാട് അബിൻ വർക്കി സ്വീകരിക്കുമോ, രമേശ് ചെന്നിത്തല സ്വീകരിക്കുമോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതാ അടുത്തു നിൽക്കുന്നു. അതിന് പിന്നാലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. സർക്കാരിനെതിരായ സമരപരിപാടികൾ ഏറ്റവും ശക്തമായി ആസൂത്രണം ചെയ്യേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ ഘട്ടമാണ്. ആ ഘട്ടത്തിൽ നേരത്തെ ചില സമരപരിപാടികൾ ഏറ്റെടുക്കാൻ അധ്യക്ഷനില്ലാത്തതുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള വിമർശനമൊക്കെ യൂത്ത് കോൺഗ്രസിൽ ഉയർന്നതാണ്. ഇപ്പോൾ അധ്യക്ഷനായിട്ടുണ്ട്. പക്ഷേ അത് വീണ്ടും വലിയ തർക്കങ്ങളിലേക്ക് വഴിവെക്കുകയാണെങ്കിൽ ഈ സുപ്രധാനമായ ഈ ഘട്ടത്തിൽ അത് തിരിച്ചടിയാകാനുള്ള
സാധ്യതയുണ്ട്. മറ്റെന്തെങ്കിലും ഫോർമുല ഈ അബിൻ വർക്കിയുടെ കാര്യത്തിലൊക്കെ നേതൃത്വത്തിനുണ്ടോ സലീം മാലിക്? നിലവിൽ അത്തരത്തിലൊരു ഫോർമുലയും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിന്റെ ഈ ഐ ഗ്രൂപ്പിന്റെ ഒരു വാദം നേരത്തെ വ്യാജ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ അത്തരത്തിൽ വ്യാജ വോട്ടർ പട്ടിക ഉണ്ടായിരുന്നില്ലെങ്കിൽ അബിൻ വർക്കി സ്വാഭാവികമായും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയേനെ എന്നതുൾപ്പെടെയുള്ള വാദം ഐ ഗ്രൂപ്പിന്റെ നേതാക്കൾ ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് വെച്ചിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.